നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ആപ്കി അദാലത്തിൽ വളരെ മോശമായ ഒരു വ്യക്തിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇദ്ദേഹം പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും വെട്ടും കുത്തിന്റെയും സമയത്ത് കാണാം, ചിലപ്പോൾ മർഡർ ചെയ്യുന്ന സമയത്തും കാണാം. അദ്ദേഹം എപ്പോഴും മറ്റുള്ളവർക്ക് അന്യായം ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ചില സമയത്ത് ഇദ്ദേഹത്തെ ഡ്രഗ് മാഫിയോടൊപ്പം കാണാൻ സാധിക്കും, ചില സമയത്ത് അണ്ടർവേൾഡിലും കാണാൻ സാധിക്കും. ഇന്ന് അദ്ദേഹത്തോട് നമ്മൾ ഓരോ കുറ്റങ്ങളെ പറ്റിയും ചോദിക്കാൻ പോവുകയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ഹിന്ദി സിനിമകളിലെ വില്ലൻ ഗുൽഷൻ ഗ്രോവർ ആപ്കി അദാലത്തിൽ ഇതാ ഹാജരാവുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ജഡ്ജ് സാർ, ഇദ്ദേഹം ആപ്കി അദാലത്ത് തുടങ്ങുന്നതിന് മുൻപ് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർക്ക് കൊടുത്തേക്കും. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ജഡ്ജ് സാർ, വെയിറ്റ്, പ്ലീസ് വെയിറ്റ്. എല്ലാവരോടും ഞാൻ ഒരു കാര്യം ഇപ്പം തന്നെ പറയാം. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റാർ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ദാ ഇവരാണ്. അതുകൊണ്ട് ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ഇന്നത്തെ വിചാരണ തുടങ്ങാൻ പോവുകയാണ്. ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം യഥാർത്ഥ ജീവിതത്തിലും വില്ലനാണ് എന്നുള്ളതാണ്. ഗുൽഷൻ സാർ, യഥാർത്ഥത്തിൽ ഇത് സത്യമാണോ? താങ്കളെ ജനങ്ങൾ എപ്പോഴും വിളിക്കുന്നത്, അതായത് कल्लू कलन कालिया दे लोग मुझको गालियां. बैडमैन, मैं हूं बुराई का फरिश्ता. मेरा जन्म अभी नहीं हुआ है. मैं तो हमेशा से हूं आपके पास, आपके बीच, आपके अंदर. यकीन नहीं आता तो अपना दायां हाथ अपने सीने पर रखकर ध्यान से सुनिए. आपको मेरी आवाज जरूर सुनाई देगी. बुराई की आवाज. बुराई का और आपका रिश्ता हमेशा से है. बुराई सबके अंदर है, अच्छाई दबा देती है उसे. बुराई एक साजिश है अच्छाई की. अच्छे लोगों ने जानबूझकर कुछ लोगों को बुरा बनाया है ताकि उनकी तरफ उंगली उठाकर कह सके, वो देखो वो जा रहा है बुरा आदमी. Evil is created by good. താങ്കൾ കുട്ടിക്കാലം മുതലേ കുസൃതി കുറച്ച് കൂടുതലുള്ള ഒരു വ്യക്തിയാണ്, പഠിത്തത്തിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാത്ത വ്യക്തിയാണെന്ന് കേട്ടു. ഇവിടെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എവിടുന്നാണോ തുടങ്ങിയത്, ഇപ്പം എവിടെയാണുള്ളത്, അവിടെയുള്ള യുവതികളായിക്കോട്ടെ, ചേച്ചിമാരായിക്കോട്ടെ, ആൻറ്റിമാരായിക്കോട്ടെ, അവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല ഇത്രയും നല്ലൊരു പയ്യൻ ഇത്തരം റോളുകളൊക്കെ ചെയ്യുമെന്ന്. ഞാൻ ആദ്യമായി അഭിനയിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു പടത്തിൽ അവസരം കിട്ടി. അതിലൊരു ലോക്കൽ റൗഡിയുടെ റോളായിരുന്നു. അതായത് എൻ്റെ അമ്മ ദിവസവും ഗുരുദ്വാറിലേക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ എല്ലാ പെണ്ണുങ്ങളും അമ്മയുടെ ചുറ്റും ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ മോൻ ഇങ്ങനത്തെ ടൈപ്പ് അല്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ? ഇവിടുന്ന് ബോംബെയിലെത്തിയപ്പോൾ അവിടെയുള്ള ആൾക്കാർ മാറ്റിയതായിരിക്കും എന്ന് പറഞ്ഞു അത്ര. നമ്മുടെ മോൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അമ്മ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതൊരു സിനിമയാണ്, അത് ആക്ടിംഗ് ആണെന്ന്. സോ ഐ മീൻ, എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും എന്നെ അറിയാവുന്നവര് ഞാനൊരു മോശം പയ്യനാണെന്ന് പറയില്ല. അതുപോലെ സാർ, ഞാൻ ഗുൽഷൻ സാർ, ഈ കാര്യം സത്യമാണോ? അതായത് താങ്കൾ മുംബൈയിലേക്ക് വീട്ടിൽ നിന്ന് ഓടിപ്പോയി, പക്ഷെ താങ്കളുടെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. താങ്കൾ പഠിച്ചൊരു ഉന്നതിയിൽ എത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. ഞാൻ എപ്പോഴും ഫസ്റ്റ് ക്ലാസ് എടുക്കും, ഫസ്റ്റ് വരും. സ്കൂളിൽ, രാംപുര സ്കൂളിൽ പെയിന്റിൽ എന്റെ പേര് എഴുതിയിട്ടുണ്ടാവും മേധാവി വിദ്യാർത്ഥി എന്ന്. ആദ്യമായി ആ സ്കൂളിൽ ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ ഇൻ 4 സബ്ജക്ട്, ഹയർ സെക്കൻഡറി ബോർഡിൽ എന്റെ പേര് വന്നു. അതിനുശേഷം ഞാൻ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിൽ പഠിക്കാനായി ചേർന്നു. അവിടെ ചേരണമെങ്കിൽ 93% മാർക്ക് വേണമായിരുന്നു. താങ്കൾ കോളേജിലൊക്കെ പോയി പഠിച്ചെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്.
അതായത് എൻ്റെ സിനിമകളിൽ എൻ്റെ ആക്ടിങ്, എൻ്റെ ക്യാരക്ടർ, അതിൻ്റെയൊക്കെ ഒരു പ്രഭാവമാണിത്. അതൊക്കെ ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട്. എനിക്ക് 93% മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, ചിലപ്പോൾ 94 കിട്ടിയിട്ടുണ്ടെന്നും അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ പറയും, ഡാഡ് കുറച്ച് ഓവറാണെന്ന്. ഇപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് അറിയാത്തവർക്കായി പറയുകയാണ്. ഞാൻ ഡൽഹി ഔട്ട്സ്കട്ട്സിലാണ് പഠിച്ചതും വളർന്നതും. സ്കൂളിൻ്റെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മണിക്കാണ് എനിക്ക് സ്കൂൾ തുടങ്ങുക. കാലത്ത് അതായത് അവിടെയൊക്കെ ഡിറ്റർജന്റ് പൗഡർ വിൽക്കാനായി പോവാറുണ്ടായിരുന്നു. ഹൗസ് വൈഫിനും ലേഡീസിനൊക്കെ ഞാൻ തുണി അലക്കി കാണിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് പണത്തിൻ്റെ കുറവുണ്ടായിരുന്നത് കൊണ്ടാണോ, ഞാൻ കഷ്ടപ്പെട്ടത് കൊണ്ടാണോ, എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഞാൻ ദിവസവും അവിടെ ഹൗസ് വൈഫിനൊക്കെ ഡിറ്റർജന്റ് പൗഡറും ഫിനൈലുമൊക്കെ വിൽക്കാനായി പോവും. പിന്നെ എൻ്റെ യൂണിഫോം കയ്യിലെടുത്തുകൊണ്ട് പോവും. ഞാൻ കുറച്ച് ഓവറായി ഇമോഷണലായി പോയി, അത് കാര്യമാക്കണ്ട. ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചൊരു പയ്യൻ, അതായത് സോപ്പ് വിറ്റ് ഡിറ്റർജന്റ് വിറ്റ് സമ്പാദിച്ച് ജീവിക്കേണ്ട ഒരു പാവം പിടിച്ച കുടുംബത്തിലെ പയ്യനാണ്. നല്ല പയ്യൻ, നന്നായിട്ട് പഠിക്കുന്ന പയ്യൻ. അവൻ സിനിമയിലേക്ക് പോയി എന്തുകൊണ്ടാണ് വില്ലനായിട്ട് മാറിയത്? ഞാൻ എപ്പോഴും, അതായത് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ എത്രമാത്രം എനിക്ക് പാഷൻ ഉണ്ടായിരുന്നോ, മരിക്കുന്നത് വരെ ഞാൻ സിനിമകളിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സിനിമകളിൽ ഹീറോ ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ അട്രാക്റ്റീവായും യങ്ങായും ഉള്ളിടത്തോളം കാലം ജനങ്ങൾ നമ്മളെ കാണാനായി ആഗ്രഹിക്കും. അതായത് ഒരു 7-8 വർഷങ്ങൾക്ക് ശേഷം അവർ മറ്റൊരു ഹീറോയുടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കും. പക്ഷെ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിടത്തോളം കാലം, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. എല്ലാ സിനിമയിലും അടി വാങ്ങിക്കാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ജനങ്ങൾക്ക് വില്ലൻ റോളുകളിൽ അഭിനയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എന്നെപ്പോലെ ആ സിനിമയിലുള്ള ക്യാരക്ടറിനെ പോലെയാണ് നിങ്ങളെങ്കിൽ ഈ സമൂഹത്തിനും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാണ്. നല്ല അടി വാങ്ങിക്കേണ്ടി വരും. അതുമാത്രമല്ല, ആ സിനിമയിലെ സുന്ദരിയായ ഹീറോയിൻ നിങ്ങൾക്ക് കിട്ടില്ല, ഹീറോ കൂട്ടിക്കൊണ്ടുപോകും. താങ്കൾ പരിശ്രമിച്ച് നോക്കിയിട്ട് പോലും? അതെ, പറ്റാവുന്നത്ര ശ്രമിച്ചു നോക്കിയിട്ട് പോലും. ജനങ്ങൾ താങ്കളുടെ ഈ വില്ലൻ റോളിനെ കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. സാർ, താങ്കൾ ഒരുപാട് നെഗറ്റീവ് റോളുകൾ ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ആ നെഗറ്റീവ് റോളുകളുടെ ഇമ്പാക്റ്റ് താങ്കളുടെ സാധാരണ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ? അതായത് ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെയല്ല. ലിഫ്റ്റിൽ വെച്ച് ഒരു പെൺകുട്ടി താങ്കളെ ഒറ്റയ്ക്ക് കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയ സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. താങ്കൾ ഏതെങ്കിലും വീട്ടിൽ പോയി അവിടുത്തെ കുട്ടികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോടൊരു ഇൻസിഡന്റ് പറയാം. ഞാനും ഷാറൂഖും ഞങ്ങൾ ഒരുപാട് വേൾഡ് ടൂർസ് പോയിട്ടുണ്ട്. അതായത് ഷോസ് നടക്കില്ലേ, ലണ്ടൻ, അമേരിക്ക, കാനഡ, അങ്ങനെയൊക്കെ. ഒരേ ഫ്ലോറിലായിരുന്നു ഞങ്ങൾ. ഷാറൂഖിന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനായി പെൺകുട്ടികൾ ഒറ്റയ്ക്കാണ് മുറിയിലേക്ക് കയറി ചെല്ലുന്നത്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക്. പക്ഷെ എന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ വരുമ്പോ ബ്രദറോ അല്ലെങ്കിൽ അങ്കിളോ ആരെങ്കിലും കൂടെ ഉണ്ടാവും. എനിക്കത് വല്ലാത്ത വിഷമമായിപ്പോയി. ഞാനപ്പോൾ ഷാറൂഖിനോട് പറഞ്ഞു, എന്താ ഇത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന്. പെൺകുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഒറ്റയ്ക്കാണ് വരുന്നത്, പക്ഷെ എന്റെ അടുത്തേക്ക് ബോഡി ഗാർഡിനെയും കൊണ്ടാണ് വരുന്നത്. എപ്പോഴെങ്കിലും വില്ലനായിട്ട് പോയത് തെറ്റായി പോയി ഹീറോയായിട്ട് അഭിനയിക്കാമായിരുന്നെന്ന് കരുതിയിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല സാർ. പിന്നെ ഞാനൊരു റിജക്റ്റഡ് ഹീറോ അല്ല. ഹീറോ ചാൻസ് കിട്ടിയില്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ. ഞാൻ ആദ്യം പോയപ്പോൾ തന്നെ വില്ലനായിട്ട് അഭിനയിക്കാനാണ് പോയത്. വില്ലനായിട്ട് അഭിനയിച്ചു, അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ കഴിഞ്ഞ ചില വർഷങ്ങളായി, അതായത് ഞാൻ ഒരു വേഴ്സറ്റൽ ആക്ടറായി വെവ്വേറെ റോളുകൾ ചെയ്യാനായി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. താങ്കൾ ഏത് രീതിയിലുള്ള റോളിൽ ആക്ട് ചെയ്യുന്നുണ്ട്? ജനങ്ങൾ അതിന് എന്താണ് റിയാക്ട് ചെയ്യുന്നത്? അതിനെപ്പറ്റിയുള്ള വലിയൊരു കുറ്റാരോപണം എന്റെ കയ്യിൽ തന്നെയുണ്ട്. ആപ്കി അദാലത്തിൽ ഗുൽഷൻ ഗ്രോവറിനോടുള്ള വിചാരണ തുടരുന്നതാണ്. അതിനു മുൻപ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ആപ്കി അദാലത്തിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ഹിന്ദി സിനിമയുടെ നമ്പർ 1 വില്ലനായ ഗുൽഷൻ ഗ്രോവറാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് ആക്ടിംഗ് കുറവും ആർഭാടം കൂടുതലാണ് എന്നുള്ളതുമാണ്. ഗുൽഷൻ സാർ, പലരും പറയാറുണ്ട് കുട്ടിക്കാലത്ത് താങ്കൾക്ക് ട്രെയിനിങ് നടന്നിരുന്നു, അത് താങ്കൾക്ക് ഇപ്പോഴും സഹായകമാണ്. ഞാൻ കേട്ടത് താങ്കളുടെ ആദ്യത്തെ റോൾ രാംലീലയിൽ ഒരു കൊരങ്ങിന്റെ റോളായിരുന്നു, സത്യമല്ലേ? അതെ, ഇത് സത്യമാണ്. ഞാൻ
അതായത് ഡൽഹിയിൽ എൻ്റെ അച്ഛൻ രാംലീല എഴുതുമായിരുന്നു, അതിൻ്റെ സംഘാടകനായിരുന്നു. ആ സമയത്ത് എനിക്ക് ഹനുമാൻജിയുടെ വാനരസേനയിൽ ഒരു റോള് കിട്ടി. അവിടുന്നായിരുന്നു എൻ്റെ തുടക്കം. അതിനുശേഷം താങ്കൾ മുംബൈയിലേക്ക് വന്ന് ആക്ടിംഗ് ചാൻസ് കിട്ടിയതും ഓരോ പ്രാവശ്യവും താങ്കൾ ഗെറ്റപ്പാണ് ചേഞ്ച് ചെയ്തത്, ആക്ടിംഗിൽ ശ്രദ്ധ കൊടുത്തിട്ടേയില്ല. സർ മൂവിയിൽ ചാപ്ലിൻ ലുക്കിൽ സ്മോൾ പോക്സ് കാസ്, രാം ലക്കനിൽ ആ കേസരിയോ ബിലായ്ത്തി, ബാഡ് മാൻ, ആൻഡ് എന്താ പറയുക, മഹാസംഗ്രാമിൽ പഞ്ചാബിൽ നിന്നുള്ള സത്യസന്ധനായ പോലീസ് ഓഫീസർ. അതായത് സിനിമകളിൽ ലുക്കും പ്രസന്റ് ചെയ്തു, പിന്നെ ആ സിനിമയിൽ കഥാപാത്രം ഉൾക്കൊണ്ട് അഭിനയിച്ചു. അതുകൊണ്ടാണ് ഡീപ്പായിട്ട് പ്രവർത്തിച്ചോ അതോ എല്ലാ സിനിമയിലും ബാറ്റ്മാൻ എന്നുള്ള ഡയലോഗ് യൂസ് ചെയ്തോ? ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ജനങ്ങളെല്ലാരും എൻജോയ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് അത്രയും പേര് കിട്ടിയത്. बैडमैन कल्लू कल्लन कालिया लोग देते हैं मुझको गालियां। पंजाब में ऐसा होता है? अरे हमारे पंजाब में ऐसा नहीं होता. लुकस गुड, लुकस बैड, पर लुका नॉट अगली. ഇതുപോലെ ഒത്തിരി ലൈൻസ് ഉണ്ട്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സ്ക്രീനിൽ വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഉടനെ ഓർമ്മ വരുന്നു, ജനങ്ങൾ ഉടൻ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ശരിക്കും പറയുകയാണെങ്കിൽ ഗബ്ബർ സിംഗിന്റെ ഡയലോഗ് ആയിക്കോട്ടെ, മുഗംബു ഡയലോഗ് ആയിക്കോട്ടെ, പിന്നെ എൻ്റെ ബാറ്റ്മാന്റെ ഡയലോഗ് ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ആ ക്യാരക്ടർ എപ്പോഴും ഓർമ്മിക്കുന്നത്. ഇപ്പോ താങ്കളുടെ അടുത്ത സിനിമകളുടെ പേര് നോക്കുകയാണെങ്കിൽ പറയൂ. ഒരു സിനിമയുടെ പേര് കല്യാണത്തിന് മുൻപ്, അതിനുശേഷം കഥ വടച്ചു വെക്കുക, അതിനുശേഷം ചിന്ന വീട്. ഞാൻ രജത് സാർ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ സിനിമ എഴുതിയാൽ നന്നാവുമെന്ന് തോന്നുന്നു. കാരണം എത്ര ഭംഗിയായിട്ടാണ് നിങ്ങൾ അത് കണക്ട് ചെയ്ത് കൊണ്ടുവന്നത്. സത്യത്തിൽ വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പൊ ഈയിടെ സ്റ്റുഡിയോയിൽ ഒരാൾ ഒരു കോമഡി പറഞ്ഞു. അതായത് കൽനായകിന്റെ ഡയലോഗ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, अब मुझसे बचकर कहाँ जाओगी? ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അവര് പറയും, भगवान के लिए मुझे छोड़ दो. അപ്പൊ വില്ലൻ പറയും, इतनी खूबसूरत चीज और भगवान के लिए छोड़ दूं तो मैं क्या खाऊं? प्रसाद. അതിനുശേഷം അവർ ഓടിപ്പോകും. അവരുടെ മുമ്പിൽ രജത് ശർമ്മ നിപ്പുണ്ടാവും. അവർ അദ്ദേഹത്തിന്റെ പുറകിൽ പോയി ഒളിക്കും. അപ്പോ അദ്ദേഹം പറയും, इसको तो मैंने बचा लिया, अब तुम्हें कौन बचाएगा? कैमरा ऑन करो. സോ നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അതായത് നിങ്ങളിപ്പോ പറഞ്ഞില്ലേ, അതായത് ഇവിടെ വരുന്ന സമയത്ത് താങ്കളെ ആര് രക്ഷിക്കുമെന്നുള്ള വിചാരമായിരുന്നു താങ്കൾക്ക്? എന്നെ രക്ഷിക്കുന്നത് ഇവരുടെ സ്നേഹമാണ്. എനിക്ക് സംരക്ഷണം തരുന്നത് യഥാർത്ഥത്തിൽ ഞാൻ 20 വർഷത്തിൽ കൂടുതലായി ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എന്നെ രക്ഷിക്കുക. അത് ഞാൻ എപ്പോഴും സമ്മതിക്കുന്നു. ഇതുവരെ ഞാൻ അച്ചീവ് ചെയ്തതെല്ലാം, പണം, പ്രശസ്തി, പേര്, എല്ലാം ഇവരുടെ അനുഗ്രഹം കൊണ്ടാണ്. അത് സത്യമായതുകൊണ്ടാണ് അവർ കൈയടിക്കുന്നത്. ഗുൽഷൻ സാർ, താങ്കൾ 22 വർഷമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അതെ. ആ ലക്ഷ്യം എത്തിയതിനു ശേഷം പല ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. പുതിയ കുറ്റാരോപണങ്ങൾ വന്നിരിക്കുകയാണ്, അത് ഈ ആഴ്ചയിൽ വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ താങ്കളോട് പിന്നീട് സംസാരിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് ആവശ്യമാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് ചോദ്യശരങ്ങളുടെ നടുക്കിരിക്കുന്ന വ്യക്തി ഹിന്ദി സിനിമയിലെ പ്രശസ്ത വില്ലനായ ഗുൽഷൻ ഗ്രോവറാണ്. തമിഴ് സിനിമയിലും പ്രവർത്തിച്ചിട്ടുണ്ട്, തെലുങ്ക് സിനിമയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാത്തിൽ നിന്നും ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ വ്യക്തിയാണ്. ഗുൽഷൻ സാർ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ലണ്ടനിലെ ഈവനിങ് സ്റ്റാൻഡേർഡ് പത്രമാണുള്ളത്. ഇതിലെഴുതിയിരിക്കുന്നത് ന്യൂ ബോൺ വില്ലൻ, ലേറ്റസ്റ്റ് 007 സ്റ്റാർ ഗുൽഷൻ ഗ്രോവർ. മറ്റൊരു ന്യൂസ് പേപ്പറിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഗുൽഷൻ ഗ്രോവർ താങ്കളെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്, മൈ ഷോട്ട് അറ്റ് ബോണ്ട്. താങ്കൾ പറയുകയാണ് ജെയിംസ് ബോണ്ടിന്റെ അടുത്ത സിനിമയിൽ അദ്ദേഹത്തിന്റെ അടുത്ത വില്ലനായിട്ട് താങ്കൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ന്യൂസ് പേപ്പറിൽ ഇതെല്ലാം കള്ളമാണെന്നാണ് പറയുന്നത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ ഗുഡ് വിഷസ് കൊണ്ടും ഈ ഇന്ത്യൻ ആക്ടർക്ക്, ബോളിവുഡ് ആക്ടർക്ക് ഹോളിവുഡിലും അവസരങ്ങൾ കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു.
ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യൻസിന് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെയുള്ള ഫിലിം ഇൻഡസ്ട്രി, അത് ഹോളിവുഡ് ആയിക്കോട്ടെ, അവിടെ ഞാൻ 6 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രാൻസ് സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇറ്റലി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ജർമ്മനി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, കനേഡിയൻ സിനിമകളിലുണ്ട്, UK സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അടുത്ത് വരാൻ പോകുന്ന ജെയിംസ് ബോണ്ട് സിനിമയിൽ എനിക്കൊരു വില്ലൻ റോൾ ലഭിക്കാൻ പോകുന്നു. ചില പത്രങ്ങൾ സൈൻ ചെയ്തുവെന്ന് പറയുന്നു, ചില പത്രങ്ങൾ സൈൻ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ജെയിംസ് ബോണ്ടിന്റെ സൈറ്റിൽ അവിടെ എൻ്റെ ഫോട്ടോസ് ഉണ്ട്. അതിലൊരു ആർട്ടിക്കിളുണ്ട്, ബോണ്ട്സ് കണക്ഷൻ ടു ബോളിവുഡ്. കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ആ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ, കാരണം അത് സത്യമല്ലാത്തതുകൊണ്ട്. നോക്കൂ, താങ്കൾ ഒരു വക്കീലാണ്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളൊരു വക്കീലാണെന്നുള്ളത് മറന്നേക്കൂ. നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി, നിങ്ങളൊരു ഇന്ത്യനാണ്, നിങ്ങളൊരു നല്ല ഇന്ത്യനാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നോക്കൂ സാർ, താങ്കൾ എന്റെ ശ്രദ്ധ മാറ്റാൻ അല്ലല്ല, ശ്രമിക്കുകയാണ്. ഞാൻ അങ്ങനെ അല്ല, ഞാൻ പറയുന്നു അല്ല, ഞാൻ താങ്കളോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്. ഇത് ബ്രിട്ടനിൽ നിന്ന് വരുന്ന പത്രമാണ്. ഇത് ചെറിയ പത്രമൊന്നുമല്ല. ഈവനിംഗ് സ്റ്റാൻഡേർഡ് ലണ്ടനിലെ വലിയൊരു ന്യൂസ് പേപ്പറാണ്. അതെ രജത് സാർ, അതായത് ഈവനിംഗ് സാർ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ പത്രത്തിൽ താങ്കളെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ടു ബി ഇൻ കസിനോ റോയൽ വുഡ് ബി എ റിയൽ ഓണർ ടു മീ ആൻഡ് മൈ കൺട്രി. അതെ, താങ്കൾ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് ജെയിംസ് ബോണ്ടിന്റെ സിനിമയിൽ ആക്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇത് സത്യമാണോ കള്ളമാണോ? ഞാൻ വരാനിരിക്കുന്ന ജെയിംസ് ബോണ്ട് പടത്തിൽ വില്ലനായി അഭിനയിക്കാൻ പോകുന്നുവെന്ന് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ ഇത് സത്യമാണെങ്കിൽ അതിലെന്ത് തെറ്റാ ഉള്ളത്? അതായത് ഒരുപക്ഷെ ഞാൻ ജെയിംസ് ബോണ്ടിന്റെ സിനിമയിൽ അഭിനയിച്ചാൽ എനിക്കും എന്റെ രാജ്യത്തിനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറയൂ, എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ ധാരാളം ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിലുണ്ടല്ലോ, ഇന്ത്യൻ സിനിമകളെ ഇഷ്ടപ്പെടുന്നവർ, അതായത് ബോളിവുഡ് സിനിമകളുടെ ഫാൻസ്. അവരെല്ലാവരും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. അതായത് ഞാൻ അടുത്ത ബോളിവുഡ് അല്ലല്ല ജെയിംസ് ബോണ്ട് സിനിമയിൽ വില്ലനായി അഭിനയിക്കുന്നുവെന്ന്. ഇത് എല്ലാവരുടെയും പ്രതീക്ഷയാണ്, ആഗ്രഹമാണ്. അതാണ് അതിന്റെ ശരി. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. പോസിറ്റീവായ റിസൾട്ടാണ് ഉണ്ടാവാൻ പോകുന്നത്, ആരെന്തൊക്കെ പറഞ്ഞാലും ശരി. ഇന്നത്തെ പത്രത്തിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ പത്രത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഈ പത്രത്തിലുള്ള വ്യക്തികൾ ലണ്ടനിൽ കാസിനോ റോയൽസിന്റെ പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിച്ചിരിക്കുകയാണ്. അവരെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഈ പത്രത്തിൽ തെറ്റായിട്ട് വാർത്ത വന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആ പത്രത്തിൽ നിന്ന് ആ പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിച്ചോ ഇല്ലയോ എന്ന് ആരാണ് വെരിഫൈ ചെയ്യുക? ആ പത്രങ്ങളുടെ ഫോൺ കോൾസ് ഒന്നും എടുക്കാനുള്ള സമയം ആ പ്രൊഡ്യൂസേഴ്സിനില്ല. അവിടെ $100 മില്യൺ സിനിമ സെറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഈ സമയത്ത് അവർക്ക് ഹീറോയിൻസിന് നോക്കണം. അതുകൂടാതെ അവർക്ക് ഒരുപാട് ജോലികൾ കിടപ്പുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കിത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ബോളിവുഡ് സ്റ്റാർസ് എത്ര പോപ്പുലറാണ്. ഇപ്പൊ ബോണ്ടിനേക്കാളും ഞാനാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ആ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ വലിയ ചർച്ചയായിരിക്കുന്നത്. പക്ഷേ താങ്കൾ തന്നെ പറയൂ, അതായത് ആ സിനിമയിൽ കാസ്റ്റിംഗ് ചെയ്യുന്നവർ, അതെ, ആ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ ആ സിനിമയിലെ കാസ്റ്റിംഗ് സെലക്ടേഴ്സിനെ എപ്പോഴെങ്കിലും താങ്കൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? രജത് സാർ, ഞാൻ എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ എന്റെ ഫോട്ടോസ് ഉണ്ട്. ജെയിംസ് ബോണ്ടിന്റെ 7 സിനിമകളുടെ കാസ്റ്റിംഗ് ഡയറക്ടർ ലോസ് ഏഞ്ചലസിലാണുള്ളത്, ജാനറ്റ് ജാൻകിൻസൺ ജാനറ്റ് ആൻഡ് ജെയിൻ. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പ്രസിഡന്റ് മൈക്കിളിന്റെ ഒപ്പമുണ്ട്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ ഫോട്ടോസ് എല്ലാരെയും കാണിക്കൂ. എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. എല്ലാരെയും കാണിക്കൂ, കണ്ടോളൂ. 2 ലേഡീസും കാസ്റ്റിംഗ് ഡയറക്ടറാണ്. അവര് തന്നെ ഇവര് ഹാരി പോർട്ടറിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ 2 പേരും ബ്യൂട്ടിഫുൾ മൈൻഡ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ബോൺ കാസ്റ്റ് ചെയ്യുന്നു. ഇതവരുടെ ഓഫീസാണ് ലോസ് ശരി, ഏഞ്ചലസ്. താങ്കൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് താങ്കൾ തെളിവോടുകൂടി വന്നിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ഈ പത്രത്തിൽ അവിടെ നോക്കിയ ബോണ്ടിന്റെ വില്ലനെ പോലെയില്ലേ? ഇന്ന് ഈ പത്രത്തിൽ മറ്റൊരു ന്യൂസും വന്നിരിക്കുകയാണ് ഗുൽഷൻ സാർ. അതെന്തത്? അവരൊരു ഇമെയിൽ അയച്ചിരിക്കുകയാണ്, സോണി പിക്ചേഴ്സ് റിലീസിംഗ് ഇന്റർനാഷണലിലേക്ക്. അവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, സ്റ്റുഡിയോ മേക്കിംഗ് കസിനോ റോയൽസ്, വി ഹാവ് ചെക്ക്ഡ് വിത്ത് ഇയോൺ പ്രൊഡക്ഷൻസ്. ദേ ഹാവ് കൺഫേം ദാറ്റ് ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ ട്രൂത്ത് ഇൻ ഇറ്റ്, ജസ്റ്റ് വിഷ്ഫുൾ തിങ്കിങ് ഓഫ് മിസ്റ്റർ ഗുൽഷൻ ഗ്രോവർ. ആ സ്റ്റുഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 40 ബിൽഡിംഗ് ഉണ്ടാവും. വലിയ വലിയ സ്റ്റുഡിയോസ്, 4000 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഇവർ ഇമെയിൽ ആർക്കാണ് അയച്ചത്, ആരാണതിന് മറുപടി കൊടുത്തത്, ഇതൊക്കെ ആരാ വെരിഫൈ ചെയ്യുന്നത്?
അവരെ വരാൻ പറയണം. അതുമാത്രമല്ല, എനിക്ക് ഈ അവസരത്തിൽ ഒന്നും പറയാൻ കഴിയില്ല. ചിലപ്പോ അത് എനിക്കെതിരെ തിരിയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. എനിക്ക് പറയാനുള്ള അനുവാദമുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിൽ തെറ്റുകളൊന്നുമില്ലെങ്കിൽ, നിങ്ങളുടെ എല്ലാവരുടെയും ഗുഡ് വിഷസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ, ബോണ്ട് എങ്ങോട്ട് രക്ഷപ്പെടാനാണ്? വിചാരണയും ചോദ്യങ്ങളും ഒക്കെ ഇനി ധാരാളമുണ്ട്. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ഗുൽഷൻ ഗ്രോവറിനോടുള്ള ജനങ്ങളുടെ ചോദ്യം തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ നിങ്ങളുടെ ചോദ്യശരങ്ങൾക്ക് നടുവിൽ ഇരിക്കുന്ന വ്യക്തി ഹിന്ദി സിനിമയിലെ പ്രസിദ്ധനായ വില്ലനായ ഗുൽഷൻ ഗ്രോവറാണ്. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഗുൽഷൻ ഗ്രോവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വെള്ളത്തോലിന് അടിമയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യമാണോ? അതായത് താങ്കൾ നല്ല രീതിയിൽ മുംബൈ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 350 സിനിമകളിൽ പ്രവർത്തിക്കാൻ താങ്കൾക്ക് സന്ദർഭം ലഭിച്ചു. പക്ഷേ താങ്കളുടെ ഒബ്സഷൻ അത് ഹോളിവുഡ് സിനിമകളിലാണുള്ളത്, അതായത് വൈറ്റ് സ്കിൻ ഉള്ളവരുടെ മേൽ. ഞാൻ ഭാവി തലമുറയ്ക്കൊരു പുതിയ പാത കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ വിജയം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മുടെ വീട് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും അകലാതെ ഞാൻ വിദേശത്തേക്ക് പോയി അവിടെയുള്ള ജനങ്ങളെ ഞാൻ കൺവിൻസ് ചെയ്തു. അതായത് ഇന്ത്യൻ ആക്ടേഴ്സിനും ഇന്റർനാഷണൽ സിനിമകളിൽ അഭിനയിക്കാനുള്ള എല്ലാ കഴിവും ഉണ്ടെന്ന്. കാരണം അവർക്കതിൽ വിശ്വാസമില്ലായിരുന്നു. നമ്മുടെ സിനിമകളിലെ ആക്ടിംഗ് ലൗഡ് ആക്ടിംഗ് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് നന്നായി പറയുമോ ഇല്ലയോ എന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നേരിട്ട് ചെന്ന് അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് എനിക്ക് വേണ്ടി മാത്രമല്ലാതെ ഭാവിയിൽ വരാൻ പോകുന്നവർക്കും വേണ്ടി പുതിയൊരു പാത ഞാൻ തുറന്നുകൊടുത്തു. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയുടെ ടാലന്റ്, നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ച് അവർക്കെല്ലാം മനസ്സിലാക്കി കൊടുത്തു. അത് നിങ്ങൾ വൈറ്റ് സ്കിൻ ഒബ്സഷനാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ എന്തു പറഞ്ഞാലും ഞാൻ അതൊന്നും കാര്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിത് പ്രോഗ്രസ് ആയിട്ടാണ് കരുതുന്നത്, ലോജിക്കൽ ഗ്രോത്ത് ആയിട്ട് കരുതുന്നു. വിദേശ സിനിമകളിൽ അഭിനയിക്കാൻ വേണ്ടി താങ്കൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു. ആദ്യമായിട്ട് പോയപ്പോൾ താങ്കളുടെ പാസ്പോർട്ട് അവർ വാങ്ങിവെച്ചെന്നാണ് ഞാൻ കേട്ടത്. താങ്കൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി താങ്കളുടെ ID കാർഡ് വാങ്ങിച്ചു വെച്ചു. അതായത് നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ്. ഇംപ്രഷൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, എന്റെ ആദ്യത്തെ പടം ജംഗിൾ ബുക്ക്, അവരെന്നോട് ഫോണിൽ പറഞ്ഞത്, മിസ്റ്റർ ഗ്രോവർ, നിങ്ങൾ വന്നയുടൻ നിങ്ങളുടെ പാസ്പോർട്ട് ഞങ്ങൾ വാങ്ങിച്ചു വയ്ക്കും, ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ അത് തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാനത് ശരിയെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന ഉടനെ എന്റെ പാസ്പോർട്ട് എടുത്ത് അവരെ ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു, 2-3 ദിവസം അവരെന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, ഇവൻ കൃത്യസമയത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എന്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് പരീക്ഷിച്ചു. അതിന്റെ കാരണം മീഡിയ. അതായത് മീഡിയയിൽ ബോളിവുഡ് സ്റ്റാറുകളെക്കുറിച്ച് ഒരുപാട് കഥകൾ അവർ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവർ എപ്പോഴും വൈകിയേ വരൂ, അവർക്ക് ടൈമിംഗ് പ്രോബ്ലം ഉണ്ട്, പെട്ടെന്ന് രാത്രി എഴുന്നേറ്റ് പറയും, ഓ ഐ എം ഗോയിങ് ടു ഇന്ത്യ, എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് ഓർമ്മ വരുന്നു, എനിക്ക് എന്റെ അമ്മയുണ്ടാക്കിയത് കഴിക്കണമെന്ന് പറഞ്ഞു പോവും, ഷൂട്ടിംഗ് നിന്നു പോവും. ഇതൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള പേടി കൊണ്ടാണ് അവരെന്റെ പാസ്പോർട്ട് വാങ്ങിച്ചു വെച്ചത്. ഇത് നമ്മളെ ചെറുതാക്കുന്ന കാര്യമല്ല. അവരെന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഇന്ത്യൻ ബോളിവുഡ് ആക്ടേഴ്സിന്റെ പക്കലും പ്രൊഫഷണലിസം ഉണ്ട്, ധാരാളം കഴിവുകളുണ്ട്, അവസരങ്ങൾ കൊടുക്കാമെന്ന്. ഇത് സത്യമാണോ? അതായത് താങ്കൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് താങ്കളെ ഒരു ആക്ടർ എന്നുള്ളതിനുപരി ഏജന്റായിട്ട് അവർ കണ്ടെന്നു? അതായത് എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് എനിക്ക് പാരിതോഷികം തരണം, ഹോണർ തരണം ഫോർ ബീയിങ് അംബാസഡർ ഓഫ് ഇന്ത്യ. താങ്കളോട് ബ്രാഡ് പിറ്റിന് ഹീറോയിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് കേട്ടു. ഞാനിവിടെ ബോളിവുഡിലല്ലേ പ്രവർത്തിക്കുന്നത്. അവർക്കെന്നെ നന്നായിട്ട് അറിയാം, എന്നിൽ വിശ്വാസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോൺ ചെയ്തും ഇമെയിലും ഒക്കെ അന്വേഷിക്കും. ഇന്ത്യയിൽ ഇങ്ങനെയൊരു ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊരു ഹീറോയിന് കിട്ടുമോ, ഇങ്ങനെയുള്ള ടെക്നീഷ്യന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. ഇതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്റെ വിശ്വാസം എന്തെന്നാൽ, നമ്മുടെ രാജ്യത്തിന്റെ ടാലന്റ് എന്ന് പറയുന്നത് അത് എല്ലാത്തിനേക്കാളും വളരെ മികച്ചതാണ്. വൈറ്റ് സ്കിൻ ഒബ്സേഷനെ കുറിച്ച് സംസാരിച്ചു. പിന്നെ താങ്കളുടെ ഫോട്ടോ ആരോടൊപ്പമാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു പ്രാവശ്യം പമേല ആൻഡർസനോടൊപ്പം താങ്കളുടെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. മറ്റൊരു പ്രാവശ്യം ഗോൾഡി ഹാനോടൊപ്പം താങ്കളുടെ ഫോട്ടോ വന്നിരുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടെ സൗഹൃദം വളരും, സുഹൃത്തുക്കളാകും, വരികയും പോവുകയും ചെയ്യും. അത് അവരുടെ മഹാമനസ്കത എന്ന് വേണം പറയാൻ. എന്നെ അവരോടൊപ്പം ചേർത്ത് അവരുടെ കൂടെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യുക, ഡിന്നറിന് ക്ഷണിക്കുക, അത്രത്തോളം ഞങ്ങളുടെ സൗഹൃദം വളർന്നു, ബന്ധം വളർന്നു. അവർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അവർ ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാൽ അവരെന്നെ വിളിച്ച് ചോദിക്കും, അവിടെ വെതർ എങ്ങനെയുണ്ട്, ഈ സമയത്ത് എവിടെയാണ് പോകേണ്ടത്.
സോ ഐ തിങ്ക് ഇതൊരു സൗഹൃദപരമായ ഒരു താങ്കളോടൊപ്പം അടുപ്പമാണ്. അവരെടുത്ത ഫോട്ടോ നോക്കുമ്പോൾ അവർ താങ്കളോട് വെതർ ചോദിച്ചതുപോലെ മനസ്സിലാവുന്നില്ല. ഇത് കാണുമ്പോൾ താങ്കൾ അവരോട് വെതർ ചോദിച്ച പോലാണ് തോന്നുന്നത്. എന്തിനാണ് ഈ ഡ്രസ് ഇത്രയും കുറച്ചിട്ടിരിക്കുന്നത്? അതായത് രജത് സാർ, കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട്. അത് മീഡിയ അവരവർക്ക് തോന്നുന്ന രീതിയിൽ എഴുതി പിടിപ്പിക്കും. എനിക്ക് അവരോടെല്ലാം നല്ലൊരു സൗഹൃദമുണ്ട്. സപ്പോസ് ഞാൻ അങ്ങോട്ട് പോവാണെങ്കിൽ ഖാദി ഗ്രാം ഉദ്യോഗിൽ നിന്ന്, ഹാൻഡിക്രാഫ്റ്റിൽ നിന്ന് ചെറിയ ചെറിയ വസ്തുക്കൾ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. ഗോൾഡി ഹോൺ എന്ന് പറയുന്ന എനിക്ക് ഓർമ്മ വരുന്നു. ഞാൻ ഗോൾഡി ഹോണിനൊരു കാഗ്ര ചോളി കൊണ്ടുപോയി കൊടുത്തു. അതായത് ഈ ഖാദി അത് ഞാൻ അവർക്ക് പ്രസന്റ് ചെയ്തു. അവർ വളരെ എക്സൈറ്റഡ് ആയി ഉടനെ അത് എടുത്തണിഞ്ഞു. അതിനെ കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് കട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഇമെയിൽ അയച്ചു. ഇത് ഞാനൊരു ഫംഗ്ഷന് ഇട്ടുകൊണ്ട് പോവാണെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പത്രം നോക്കിയപ്പോൾ അവരത് അണിഞ്ഞ ഫോട്ടോ ഞാൻ കാണാനിടയായി. അതായത് വിനായകന്റെ ബാഗ്, വിനായകന്റെ പെൻഡൻ, ഇന്ത്യൻ മ്യൂസിക്, ഇതൊക്കെ ഞാൻ അവർക്ക് ഗിഫ്റ്റായി വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കും. അതുവഴി ഒരു ഡിസ്കഷൻ തുടങ്ങും. ഇത് എവിടെയാണ് കിട്ടുക, ആരാണിത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത്, ഈ ഗോഡിന് എന്താണ് അർത്ഥം. മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞിരുന്നു. പ്രിൻസ് ചാൾസിന് താങ്കൾ റാംനാം കുർത്ത വാങ്ങിച്ചോണ്ട് പോയി കൊടുത്തു. ഞാൻ പ്രിൻസ് ചാൾസിന് ധാരാളം ബോളിവുഡ് ഫിലിംസ്, ഹരേ രാമ ഹരേ കൃഷ്ണയുടെ ഇപ്പോഴത്തെ ട്രെൻഡി കുർത്താസ്, അതായത് അതിൽ മന്ത്രമൊക്കെ എഴുതി പിടിപ്പിച്ചത്, അതുപോലെ ഒത്തിരി കുർത്താസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും താങ്കളുടെ വൈറ്റ് സ്കിൻ ഒബ്സഷൻ അല്ലേ? അതായത് ഇടയ്ക്കിടയ്ക്ക് പ്രിൻസ് ചാൾസിനെ കാണാൻ പോകുന്നത്. സർ, ഞാൻ പ്രിൻസ് ചാൾസിന്റെ പേഴ്സണാലിറ്റിയെ വളരെ അഡ്മയർ ചെയ്യുന്നു. പ്രിൻസ് ചാൾസ് എന്തു ചെയ്താലും അതിലൊരു ചാരിറ്റി ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ അതിശയത്തോടെ നോക്കും. താങ്കളുടെ ഈ ആകർഷണത്തെക്കുറിച്ചും ഒബ്സർഷനെക്കുറിച്ചും ജനങ്ങളുടെ മനസ്സിൽ എന്ത് ചോദ്യങ്ങളാണുള്ളതെന്ന് അവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ചോദ്യം ചോദിക്കാം. ശരി, താങ്കൾ പറയൂ. സർ, എന്റെ ചോദ്യം എന്താണെന്നാൽ ഇന്ത്യൻസ് മാത്രം എന്തിനാണ് പ്രൂഫ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഒരുപാട് അഹങ്കരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ആരെക്കാളും താഴ്ന്നവരൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാ നമ്മൾ ഫോറിനിൽ ചെന്ന് പ്രൂഫ് ചെയ്യേണ്ടത്? ഹോളിവുഡിലുള്ളവരൊന്നും ഇവിടെ വന്ന് പ്രൂഫ് ചെയ്യുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇതുവരെ നമ്മുടെ ആളുകൾ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ പോവാൻ തുടങ്ങി, അവരിങ്ങോട്ടും വരാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഞാനിപ്പോ നിങ്ങളോട് പറയാം. എന്നോട് എല്ലാ ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ബോളിവുഡിൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണെന്ന്. അതിലെ പാട്ടുകൾ വളരെ ഗംഭീരമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് പെൺകുട്ടികൾ ഓടി വന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും, അതൊക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവരും ഇങ്ങോട്ട് വന്ന് അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ ചോദിക്കൂ. ഇത്രയും നാൾ മോശം കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ലേ? നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിരുന്നു ഈ രാജ്യത്തെ ജനങ്ങളുടെയും വിദേശത്തെ ജനങ്ങളുടെയും പിന്തുണ നിങ്ങൾക്കുണ്ട് എന്ന്. അവർ നിങ്ങളെ ജയിപ്പിക്കുമല്ലോ. നിങ്ങൾക്ക് വിദേശത്ത് പോവാതെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സേവനം ചെയ്യാനും പറ്റും. യങ് മാൻ, നിങ്ങളെന്റെ ഫ്രണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളെന്റെ എനിമിയാണ്, നിങ്ങളെന്റെ ശത്രുവാണ്. മറ്റൊരു ശത്രുവാണ് നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഒരു കലാകാരൻ, എനിക്ക് ഈ വാക്കിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു കലാകാരൻ എപ്പോഴും കലാകാരൻ മാത്രമായിരിക്കണം. അവൻ എല്ലാവർക്കും സ്വന്തമാണ്. പോളിറ്റിക്സ് കളഞ്ഞേക്കൂ. എന്നെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ എവിടെയും കാണാൻ കഴിയില്ല. ചാൻസേ ഇല്ല. നെവർ എവർ. ഗുൽഷൻ സാർ ജനങ്ങൾക്ക് വേണ്ടി നിറയെ ചോദ്യങ്ങൾ താങ്കളോട് ചോദിച്ചിരിക്കുകയാണ്. താങ്കളുടെ നല്ല ജോലിയെക്കുറിച്ചും മോശം പ്രവൃത്തിയെക്കുറിച്ചും എല്ലാം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജി എന്ത് ജഡ്ജ്മെന്റ് നൽകാൻ പോകുന്നെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചത് ഹിന്ദി സിനിമാ ലോകത്തെ പ്രശസ്ത വില്ലനായ ഗുൽഷൻ ഗ്രോവറിനോടാണ്. ഈ ഗുൽഷൻ ഗ്രോവർ മുംബൈയിൽ നിന്നും ഹോളിവുഡ് വരെ ഇന്ത്യയുടെ പേര് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോ ജഡ്ജ്മെന്റ് സമയമായിരിക്കുകയാണ്. ഇന്നത്തെ ജഡ്ജിയായ സൈബർ ചാറ്റർജിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ഗുൽഷൻ ഗ്രോവർ സാർ അദ്ദേഹത്തിന്റെ മറുപടികളെല്ലാം തന്നെ നമ്മളോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്നാൽ, നമ്മൾ ഹിന്ദി സിനിമകളിലെ വില്ലന്മാരെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ നാവിൽ ആദ്യം വരിക പണ്ടത്തെ റാണു സാർ, അമരീഷ് പുരി സാർ, ഇവരുടെയൊക്കെ പേരുകളാണ് നമുക്ക് ആദ്യം തന്നെ ഓർമ്മയിൽ വരിക. സോ ഇത്രയും നാളായിട്ടും ഗുൽഷൻ ഗ്രോവർ സാർ അവരുടെ ഒരു ലെവലിലേക്ക് വളർന്നിട്ടില്ല. ഇനിയും സമയമുണ്ട്. അദ്ദേഹം തന്റേതായ ഒരു അടയാളം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം ഇന്റർനാഷണൽ ഫിലിം ഇൻഡസ്ട്രികളെ പറ്റിയും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതൊരിക്കലും മോശമാണെന്ന് ഞാൻ പറയില്ല. വളരെ അനിവാര്യമായൊരു കാര്യം തന്നെയാണത്. കാരണം ഈ ലോകം ഇന്ന് വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ ആക്ടേഴ്സും മറ്റുള്ള ഇൻഡസ്ട്രികളിലേക്ക് പോയിട്ട് അവരുടെ കഴിവെന്താണെന്ന് കാണിച്ചു കൊടുക്കണം. ഇതിൽ ഗുൽഷൻ ഗ്രോവർ സാറ് നല്ല താല്പര്യം തന്നെ കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ന് ഞാൻ കുറ്റവിമുക്തനായി പ്രഖ്യാപിക്കുന്നു. ജഡ്ജ് സാർ, അങ്ങ് പറഞ്ഞ പോലെ
ഞാൻ സീനിയർ വില്ലൻസ് അവരുടെ പ്രകടനങ്ങളെ ഞാൻ വളരെ മാനിക്കുന്നു. അവരുടെ മുമ്പിൽ ഞാൻ യഥാർത്ഥത്തിൽ ഒന്നുമല്ല. അതിന് എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. അങ്ങനെ പേരെടുക്കണമെങ്കിൽ അതുപോലെ പ്രവർത്തിക്കണം. അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ വളരെ മാനിക്കുന്നു. എല്ലാത്തിനേക്കാളും ഞാൻ മാനിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഞാൻ സമ്മതിക്കുന്നു, ഇതൊരു ഡ്രാമയോ മറ്റോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതായത് ഓരോ കലാകാരനും ഉയർന്ന സ്ഥിതിയിലാണെങ്കിലും അവരെ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ ആരാധകർ അവരെ സപ്പോർട്ട് ചെയ്യാതെ, സ്നേഹം നൽകാതെ, തുടരെ അവരെ പ്രോത്സാഹിപ്പിച്ചില്ല എങ്കിൽ അവർക്കൊന്നും നേടാനാവുകയില്ല. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങളെയാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക. पंजाब में ऐसा होता है और हमारे पंजाब में ऐसा नहीं होता। केड़ी बोलो, केड़ी चक दे फटे। എല്ലാ കോടതിയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് ഓടുകയാണോ? ഇവിടുന്ന് ഞാൻ ചാടി രക്ഷപ്പെടാമെന്നാ കരുതിയേ. പക്ഷേ ഞാൻ വക്കീൽ സാർ, ഇവരെന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ഞാൻ എവിടെ പോയാലും വന്ന് പിടിക്കും. അതുകൊണ്ട് പറയൂ, എന്താ വേണ്ടേ? രാജാ സിനിമയിൽ നിന്നല്ലോ. ഓക്കെ, ഗുൽഷൻ സാർ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഓക്കെ. പ്ലീസ് വരൂ. ഗുൽഷൻ സാർ, ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് 2 ഡയലോഗ് പറഞ്ഞാൽ നന്നായിരിക്കും. എന്റെ വരാനിരിക്കുന്ന സിനിമകൾ, അതായത് ഏക് ഖിലാഡി ഏക് ഹസീന, ഫർദീൻ ഖാൻ പിന്നെ കൊയ്ന മിത്രയുടെ ആ സിനിമ ഇപ്പൊ പൂർത്തിയായതേ ഉള്ളൂ. അതിലെ ഡയലോഗ് ഓർമ്മയുണ്ട്. അതിൽ എന്റെ ക്യാരക്ടറിന്റെ നെയിം സിക്കന്ദർ എന്നാണ്. സിക്കന്ദർ സുൽത്താന ഡാക്കുവിന്റെ കഥ അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആണ്. അതായത് സിക്കന്ദർ എങ്ങനെയാണ് തന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്യുക. അതിലെ 2 ലൈൻ ഓർമ്മയുണ്ട്. सिकंदर को कोई मार नहीं सकता। सिकंदर मौत से नहीं डरता। सिकंदर पर किसी तरह के जहर का असर भी नहीं होता, क्योंकि दुनिया में 90 किस्म के जहर हैं और सिकंदर रोज थोड़ा थोड़ा जहर खा लेता है. Nobody can kill सिकंदर. ഇതാണ് ഡയലോഗ്. ആപ്കി അദാലത്തിൽ ജനങ്ങളുടെ ജഡ്ജി ഗുൽഷൻ ഗ്രോവറിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. യഥാർത്ഥ ജഡ്ജ്മെന്റ് നിങ്ങൾ ജനങ്ങളാണ് നൽകേണ്ടത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഗുൽഷൻ ഗ്രോവർ എത്രത്തോളം നല്ല മനുഷ്യനാണ്, എത്രത്തോളം ബാഡ്മാൻ ആണെന്ന്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം പുതിയ കേസും പുതിയ വിചാരണയോടും കൂടി നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.